അടരുവാൻ വയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്, ഈ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ഇലക്ഷനിൽ 12 സീറ്റിലാണ് മത്സരിച്ചത്. ഒന്ന് പാല, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി, പൂഞ്ഞാറ്, തൊടുപുഴ, പെരുമ്പാവൂർ, റാന്നി, ഇരിക്കൂർ, ചാലക്കുടി. ഈ 12 സീറ്റിൻ്റെ അകത്ത് എത്ര സീറ്റ് കോൺഗ്രസ് കൊടുക്കാൻ പറ്റും? വെറുതെ ചിന്തിച്ചാൽ പോരെ, എത്ര സീറ്റ് കോൺഗ്രസ് കൊടുക്കാൻ പറ്റും? ഇതിനകത്ത് 5 എണ്ണം കൊടുക്കാൻ കഴിയുമോ? ഇതിനകത്ത് 5 എണ്ണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തറിയോ? ഇതിനകത്ത് 5 എണ്ണം കൊടുത്തിരിക്കുന്നത് പി ജെ ജോസഫിനാണ്. പി ജെ ജോസഫിൻ്റെ അടുത്ത് ഈ സീറ്റ് എടുത്തിട്ട് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ പറ്റുമോ? ബാക്കി 7 എണ്ണം ആരാ? കോൺഗ്രസിൻ്റെയാണ്. ഒന്ന് ഇരിക്കൂർ, ആരാ? അവിടെ ഇരിക്കൂരിൽ നിന്ന് അവിടുത്തെ MLA മാറ്റി കൊടുക്കാൻ കഴിയുമോ? ചാലക്കുടി ഇവർക്ക് എടുത്തിട്ട് മാറ്റിയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ MLA മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഏത് സീറ്റാണ് പറ്റുമോ അവരെ കൊണ്ട്? ഒരു ബോധ്യമില്ലാതെ എന്തൊക്കെയോ ആകാശത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പറയുകയാണ് അതാ ജോസ് കെ മാണി വരുന്നു എന്ന് പറയാണ്. ചർച്ച നടത്തിയിട്ടുണ്ടാവുന്നത്. കാരണം ചർച്ച അടൂർ പ്രകാശ് കൺവീനറായ സമയത്ത് ആദ്യം വന്ന് പറഞ്ഞാൽ എന്താ, CPI സംസാരിച്ചോ? കിട്ടൂല എന്ന് 1000 വട്ടം ഉറപ്പല്ലേ. CPI സംസാരിച്ച് CPI കോൺഗ്രസിലേക്ക് വരുമോ? രണ്ടാമത് പറഞ്ഞുതരാം, കേരള കോൺഗ്രസ് എം കോൺഗ്രസിലേക്ക് വരും. വെറുതെ അങ്ങ് പൊട്ടിച്ചു വിടുകയാണ്. പൊട്ടിച്ചു വിട്ടിട്ട് പിന്നെ ചർച്ചയാണ്. പിന്നെ എങ്ങനെയാണ് ചർച്ച? അതാ റോഷി ഹർഷൻ വരുന്നു, റോഷി ഹർഷൻ തോക്കാൻ പോകുന്നു, പിന്നെ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ തോക്കാൻ പോകുന്നു, റാന്നിയിൽ എന്താണ് പ്രമോദ് നാരായണൻ തോക്കാൻ പോകുന്നു, KN ജയരാജ് തോക്കാൻ പോകുന്നു. ഇങ്ങനെ പറയുകയാണ്. ജോസ് കെ മാണിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞാനൊരു കേരളത്തിലെ UDFൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞോ ജോസ് കെ മാണി വരുമെന്ന്? ഏതെങ്കിലും ഒരു നേതാവ് ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മതി, ജോസ് കെ മാണി ഇങ്ങോട്ട് വരാൻ പോവുക, ഞങ്ങൾ ചർച്ച നടത്തിയെന്ന് പറഞ്ഞോ? ആരും ചർച്ച നടത്തിയിട്ടുള്ളത് മാത്രമല്ല, ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും. ഉറപ്പല്ലേ? LDFൻ്റെ ഭാഗത്ത് ഒരു നേതാവിനെ കിട്ടും. ഇപ്പോൾ UDF ഇതിപ്പോൾ നേരെ തിരിച്ചുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ് പറയട്ടെ. ഇതിപ്പോൾ LDFൻ്റെ നേതാക്കന്മാർ ആരും UDFിലെ ഘടകകക്ഷികളെയും കൂടെ നോക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ആയിഷ പോറ്റീനെ കൊണ്ടൊരു വലിയ കാര്യത്തിൽ പറയുകയാണ്. ആയിഷ പോറ്റി വന്നിരിക്കുന്നു, 3 വർഷത്തെ MLA ആണ് വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ LDF വിചാരിച്ചാലുണ്ടല്ലോ എത്ര 10-25 കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ എത്ര എണ്ണം കോൺഗ്രസിലുണ്ട് സീറ്റ് കിട്ടാതെ? എത്ര പേര് കോൺഗ്രസിൽ കൊണ്ടുവരാൻ കഴിയില്ലേ? അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? എന്നിട്ട് പറയുകയാണ് വിസ്മയം തീർക്കാൻ പോവാണ്. വിസ്മയം തീർക്കാൻ എന്ത് വിസ്മയം തീർത്ത എത്ര ദിവസം കൂടിയിട്ട്? ഞാനൊരു കാര്യം, ഒരു PV അൻവർ വന്നു. PV അൻവർ വന്ന സമയത്ത് PV അൻവർ ഏത് പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് കൊടുത്തില്ല, അടുപ്പിച്ച് നിർത്തിയില്ല. ഏത് നിയമസഭാ ഇലക്ഷൻ വന്നപ്പോഴാണ് കൂടെ നിർത്തുന്നത് അല്ലേ? ഇവരെ കൂടെ വരാൻ വിചാരിച്ചവരെ കൂടെ കൂട്ടാൻ ഇവരെ കൊണ്ട് പറ്റിയോ? എപ്പോഴാണ് കൂടെ കൂട്ടിയത്? ഏത് സമയത്താണ് കൂടെ കൂട്ടിയത്? വരാൻ തീരുമാനിപ്പിച്ചവരെ കൂടെ കൂട്ടാൻ പറ്റാതെ നിൽക്കുന്നവർ ഇനി പുറത്തുനിന്നാണ്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടെന്നേ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ഈ നേതാക്കന്മാരെ ഒഴിവാക്കിയാൽ അവിടെ നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 12 മണ്ഡലങ്ങളില്ലേ, നിങ്ങൾ 12 മണ്ഡലങ്ങൾ എണ്ണി നോക്കിക്കോളൂ. 12 മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണമെന്ന് സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇവിടെ വന്നിട്ട് VD സതീശനും ഇവിടുത്തെ KC വേണമല്ലോ രമേശ് ചെന്നിത്തലയും കൂടെ എന്നാൽ നിങ്ങൾ മാറിക്കോ, ഇന്ന ആൾ വന്ന് മത്സരിക്കുന്നു പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി ഇരിക്കുക എല്ലാവരും. നിങ്ങൾ നോക്കിക്കോളൂ, പല നേതാക്കന്മാരും സംസാരിച്ചോളൂ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുഴുവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട്, 5 വർഷമായിട്ടല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രീകരിച്ച് മത്സരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഈ കണ്ട ഒരു സംവിധാനമല്ല നടക്കാൻ പോകുന്നത്. നിങ്ങൾ സീറ്റ് വിഭജനം വരുന്ന സമയം നോക്കിക്കോളൂ. നിങ്ങൾക്ക് 140 സീറ്റാണ് മത്സരിക്കാനുള്ളെങ്കിൽ ഈ പറഞ്ഞ കേരള കോൺഗ്രസിൻ്റെ 10ഉം 25 സീറ്റ് ഇവർക്കുമാർ ലീഗിനും പിന്നെ അല്ലറയില്ല ഘടകകക്ഷിക്കെല്ലാം കൂടി ഒരു 10 കൂടെ കൊടുത്താൽ ബാക്കിയുള്ള 90 സീറ്റുണ്ടല്ലോ, 98 സീറ്റുണ്ടല്ലോ, ഈ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി 300-350 നേതാക്കന്മാർ നടക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരെല്ലാം അയ്യോ ആ സീറ്റ് കൊണ്ടുവന്നത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ UDFിന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന വിചാരിക്കുന്നത്. നിങ്ങളൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് അടി കണ്ടില്ലേ? ആ അവസാന ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു നടന്നത്? ജയം ചിലപ്പം നിങ്ങൾ പറയുന്ന പോലെ പഞ്ചായത്തിൽ ആൻറ്റി ഇൻക്യുമെൻസി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ സംവിധാനം ഉണ്ടാവും, ജയം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എന്താണ് കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷനിൽ നടന്ന അടികൾ എന്തൊക്കെയാണ്? എത്ര സീറ്റ് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കാൻ പറ്റി? എത്ര സ്ഥാനാർത്ഥികളെ ഒറ്റക്കെട്ടായി തീരുമാനിക്കാൻ പറ്റി? ഇതിൻ്റെ 10 മടങ്ങ് പ്രശ്നം ഉണ്ടാവും കേരളത്തിലെ പല സീറ്റുകളും. അതുകൊണ്ടാണ് പറയുന്നത് ഫെബ്രുവരി തന്നെ പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണ് നടന്നത്? എന്താ എറണാകുളത്ത് നടന്നില്ല?
എറണാകുളത്ത് നടന്നില്ല. എത്ര വിമതന്മാർ മത്സരിച്ചു? അടി നടന്നില്ലാതെ ദിവസം ചാനൽ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂണിറ്റുകൾക്ക് ഓടിയെത്താൻ പറ്റുന്നുണ്ടല്ല. നമ്മുടെ വാർത്ത തന്നെ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ സമാധാനപരമാണെന്നായിരുന്നു നമ്മുടെ വാർത്ത തന്നെ. അല്ല, ഞാൻ പറയുന്നത് ജയിച്ചെന്ന് പറയുന്നത് അതല്ല, ഞാൻ പറയുന്നത് ജയത്തിലല്ല കാര്യം എന്നുള്ളതല്ല. ഒറ്റ കാര്യമുള്ളൂ. എത്ര കോൺഗ്രസ് വിമതന്മാരെ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പഞ്ചായത്ത് പിടിച്ചു? ഞങ്ങളല്ല, UDF പിടിച്ചു. പറ, ഭരിക്കുന്നത് വിമതന്മാരെ ഭരിക്കുന്നത്. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് വിമതന്മാരായാലും കുഴപ്പമില്ല, ജയിച്ചാൽ ഞങ്ങളുടെ കൂടെയാണ് എന്നിട്ട് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കും. ഒരു മിനിറ്റ് തിരക്കൂട്ടല്ലേ? ഇതിനേക്കാളും അപ്പുറയാണ് നിയമസഭ ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഒറ്റ ടീം UDF. ആ ടീം UDF ഒന്ന് കാണിച്ചാൽ മതി കുറച്ചും കൂടെ കഴിയുമ്പോൾ. നിങ്ങൾ ഈ മാസം ജനുവരി ആണല്ലോ, ജനുവരി 31 75 അംഗ ടീമിനെ പ്രഖ്യാപിക്കുന്ന പറയുന്നത് ഒന്ന് പ്രഖ്യാപിച്ച് കാണിച്ചു തരണേ. ആ കാണിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ മതി. അതാണ് വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഒരു പാർട്ടിയുടെ കൂടെ ഒരു മുന്നണിയുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവിടെ ഒരു മന്ത്രി ആയിരിക്കുന്ന ആളെ, അത് ഒരു മന്ത്രി ഉണ്ട്, അവർക്ക് 5 MLA ഉണ്ട്, അതിന് ചെയർമാനൊന്നും പറയുന്നില്ല, മന്ത്രി ഒന്നും പറയുന്നില്ല, MLA മാരൊന്നും പറയുന്നില്ല. എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി തുടർന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രി പറയണം അയ്യോ നോക്കി അതാ പിന്നെ ഇങ്ങോട്ട് വരാൻ പോവാണ്. പണ്ട് KM മാണി പറഞ്ഞൊരു കഥയുണ്ട്, എന്താ അറിയോ? സുന്ദരിയായ പെണ്ണുങ്ങളെ കാണുമ്പോൾ ചെക്കന്മാർ പുറകെ വരുമെന്ന് പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ പണ്ട്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആവശ്യമാണ്. UDFന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് ഇതിനേക്കാൾ വലിയ കാര്യമുണ്ടോ? അവർ വന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഇനി വിസ്മയം തീർത്താൽ മാത്രമേ ജയിക്കാൻ പാടുന്നല്ലേ പറയുന്നത്, അല്ലേ? വിസ്മയം തീർത്താൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതാണ് അങ്ങനെയാണ് പറയുന്നത്. എന്തിനാണ് വിസ്മയിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ എന്തിനായി പിന്നാലെ പോണേ? അയ്യോ, അതാണ് പറയുന്നത്. റിട്ടയർഡായി വീട്ടിലിരിക്കുന്നവർക്ക് പോലും കിടക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് വിസ്മയിക്കാൻ തീർക്കാൻ 100 സീറ്റ് ഇവര് തോക്കാൻ പോകുന്നു പറഞ്ഞ പിന്നണിയുണ്ടല്ലോ. രാജേന്ദ്രൻ ബിജെപിക്ക് പോയിട്ട് ഒരു ടെൻഷൻ, രാജേന്ദ്രൻ BJP പോയ ഒരു വിഷമവുമില്ല. ഐഷ പോറ്റി ബിജെപിയിലേക്കല്ലേ, വലിയ പ്രശ്നമില്ല. ഷിബു ബേബി പറഞ്ഞല്ലേ 100 സീറ്റിൽ 5 സീറ്റ് നഷ്ടപ്പെട്ടാൽ എന്താ പ്രശ്നം? 100 സീറ്റല്ലേ UDF കിട്ടുന്നത്. ഈ ജോസ് കെ മാണി 72 സീറ്റ് വെച്ചിട്ട് മരിച്ച പാർട്ടി ഉമ്മൻചാണ്ടിയാണല്ലോ ഇത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് 100 സീറ്റ് നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് വിസ്മയം തീർക്കാൻ വരികയാണ്. വീട്ടിലിരിക്കുന്ന ഐഷ പോറ്റിനെ കൂട്ടിയിട്ട് വരുന്നു, പിന്നെ വീട്ടിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇതേ ആളുകളെ ഇങ്ങനെ അപമാനിക്കാതിരിക്കുവോ? അതാണ് പറയുന്നത്. UDF ചെയ്യുന്നതെല്ലാം ശരിയാണ് വിചാരിക്കില്ലേ? UDF ചെയ്യുന്ന ഞാനൊരു ഒറ്റ കാര്യം വയ്ക്കുന്നുള്ളൂ. ഈ ഇടതുപക്ഷ മുന്നണി ഇത്രയും ദിവസമായല്ലോ, ഈ അവര് പിന്നെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണല്ലോ, അല്ലേ? കഴിഞ്ഞ 10 വർഷം അധികാരത്തിന്റെ പാർട്ടിയാണ്. എത്ര പേരെ LDF അങ്ങോട്ട് കൂട്ടാൻ നോക്കി? മുന്നണി മര്യാദയോട് കൂടിയിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് പറയണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ജോസ് കെ മാണി പറഞ്ഞോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ കണ്ടോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവർക്ക് വേണം, ഇവരുടെ അധികാരം ഉണ്ടായിരുന്നല്ലോ, ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് കൊണ്ടുപോകാമായിരുന്നല്ലോ, കൊണ്ടുപോയിക്കൂടായിരുന്നു. പി ജോസിനോട് ചർച്ച ചെയ്യാൻ ലോനപ്പൻ നമ്പാടൻ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് നേതാവുണ്ട്. എങ്ങനെയാണ് മന്ത്രിസഭ LDF മറിച്ചിട്ടെന്ന് പറയും. ഇപ്പൊ എന്താ സാറേ രാഷ്ട്രീയ ചർച്ച ചെയ്യാനുണ്ടോ? വികസന രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? ഈ ജോസ് കെ മാണി പറഞ്ഞ പോലെ കർത്താവിനെ അരുൺ സാർ നേരത്തെ പറഞ്ഞില്ല, കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകാന്ന് ജോസ് കെ മാണിക്ക് മനസ്സിലായി. ക്രൂശിക്കാൻ കൊണ്ടുപോവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പുള്ളിക്കാരെ. ഒരു പാർട്ടിയുടെ ഏറ്റവും നെടുന്തൂണായ KM മാണി എന്ന് പറയുന്ന നേതാവ് മരിച്ചിട്ട് നിങ്ങൾ 2 മാസം കൊടുക്കാതെ പുറത്താക്കിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞ് അന്നേരം ഒരു സഭ ഉണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ, അവരെ പുറത്താക്കരുതെന്ന് പറയാൻ ഒരു സഭ ഉണ്ടായിരുന്നില്ല, ഒരു പിതാവും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഈ KM മാണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ബെന്നി ബേനാൻ കൺവീനർ ആയ സമയത്താണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അല്ല ശരി സാറേ, ഒരു മിനിറ്റ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അയ്യോ സഭ പറഞ്ഞില്ലല്ലോ, അയ്യോ അവരെ UDF പുറത്താക്കല്ലേ, അവരെ നമ്മുടെ കൂടെ നിർത്തണം പറഞ്ഞില്ലല്ലോ.
പോയാൽ പോട്ടേന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ എന്താ അതിന് കാരണം? ആ കാരണം തന്നെയാണ് ഇന്നും ഉള്ളൂ. ആ കാരണം എന്താ? ആ കാരണം അപ്പുറം ഭരണം കിട്ടുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഭരണം കിട്ടുന്ന ട്രെൻഡ് ഉണ്ട്. ഈ ട്രെൻഡ് അല്ലാന്ന് നിയമസഭയ്ക്കും അങ്ങനെയല്ലല്ലോ. 2010 നിയമസഭയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് ഇതേപോലെ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കണ്ടില്ലല്ലോ. കണ്ടോ? ഇപ്പോൾ നിങ്ങൾ 110 സീറ്റിൽ ഈ MP ഇലക്ഷൻ ഉണ്ടല്ലോ, പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, 110 സീറ്റിൻ്റെ പിന്നെ വിജയം ഉണ്ടായിരുന്നു എല്ലാ മണ്ഡലങ്ങളും. മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടോ? ഇപ്പോൾ എന്താ 80ലേക്ക് 79ലേക്ക് 78ലേക്കൊക്കെ ചുരുങ്ങിയല്ലോ. ബാക്കി സീറ്റ് അവിടെ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജോസ് കെ മാണി ഇതായ വിലയുണ്ട്. ജോസ് കെ മാണി പറയാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ ക്ലിയർ എന്താണെന്നറിയോ? വെറുതെ അടങ്ങിയിരുന്ന ജോസ് കെ മാണിനെ വലിയ ആളാക്കി. മനസ്സിലായോ? ജോസ് കെ മാണീൻ്റെ എല്ലാ വികസന നേട്ടങ്ങളും പുറത്തു വന്നു. ജോസ് കെ മാണി കത്തോലിക്ക സഭയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. റോഷിയാസ് എന്ന് പറഞ്ഞ മന്ത്രി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. വികസന രാഷ്ട്രീയം കേരളത്തിൽ ചർച്ചയാക്കിയത് ഇപ്പോൾ ആരാ? ഈ ജോസ് കെ മാണി ഈ സഭയ്ക്കും ഈ പറയുന്ന സംവിധാനത്തിനും കോട്ടയത്തിനും ഇടുക്കിക്കും സഭയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പുറത്തു വരാൻ അക്കവിട്ടല്ലേ പറഞ്ഞത്. അതെ, വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമം പാസാക്കി. JB കോശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലേ, ജോസ് കെ മാണി ഒറ്റ കാര്യം ചെയ്താൽ മതി. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ ചർച്ച നടക്കുന്നതിന് പോകുന്നതിന് മുന്നേ ആ റോഷിയാസിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്, ഇവരെ പുറത്താക്കുന്ന രാത്രി. ആ ബൈറ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. അന്നേരം ജോസ് കെ മാണീൻ്റെ കൂടെ ഒരൊറ്റ ആളും ഉണ്ടല്ലോ കേട്ടോ. ഈ പറയുന്ന റോഷിയാസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും വൃത്തിയായ ഒരു ബൈറ്റ് റോഷിയാസി കൊടുക്കുന്നത് കണ്ടത് ക്ലാരിറ്റിയാണ്, ഷാർപ്പ് ബൈറ്റാണ്. അതിനേക്കാളും വൃത്തിയായിട്ട് ഇന്ന് ജോസ് കെ മാണിയും പറഞ്ഞു. അപ്പോൾ അടരുവാൻ വയ്യുന്നു എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ 90 ദിവസമേ ഉള്ളൂ. ഈ 90 ദിവസത്തിനുള്ളിൽ കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? വിസ്മയ മെഷീനെ അത് കേടാവുമ്പോൾ ചില സങ്കടങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. Meet the editors.